ഈ ഒരു വേദിയിലിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് കമൽ സി ചവറ ഇവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ നിന്ന് ഉയരേണ്ട ഒരു ഐക്യദാർഢ്യം ഉണ്ടായത് ഒരുപക്ഷെ SDPIയുടെ ഈ ഒരു വേദിയിൽ വെച്ച് ആണ് എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് എന്ന് എനിക്കിവിടെ പറയേണ്ടി വരും. അതും ഇന്ത്യയിലെ തന്നെ പുതിയ ഒരു രാഷ്ട്രീയ ദിശാമാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള രോഹിത് വിമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ ജനുവരി 17 ഇന്ത്യയിലെ ജാതി വിരുദ്ധമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് പുതിയ ഊർജം പകർന്നുകൊണ്ട് പുതിയൊരു നക്ഷത്രമായിട്ട് ജനിച്ചു വീഴുകയായിരുന്നു എന്ന് പറയാനാണ് ഞാനിവിടെ താല്പര്യപ്പെടുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ജാതി വിരുദ്ധമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് തുടക്കം നൽകുന്ന ഒരു പടക്കമായിട്ടാണ് ഒരു പക്ഷേ രോഹിത് വിമുല ഇവിടെ പുനർജനിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ ബാനറിൽ എഴുതി വെച്ചിട്ടുള്ള എൻ്റെ ജനനം തന്നെയാണ് എൻ്റെ മരണകാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദളിതർ അല്ലെങ്കിൽ ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടവർ, ഇന്ത്യയിൽ ജാതി എന്ന രൂക്ഷമായിട്ടുള്ള സമൂഹത്തിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു രാഷ്ട്രീയ സംഹിത കൊണ്ട് തകർക്കപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും ഓരോ ദിവസവും പറയുന്ന ഒരു വലിയ വർത്തമാനം തന്നെയാണ് എൻ്റെ ജനനമാണ് എൻ്റെ മരണത്തിന് കാരണം എന്നുള്ളത്. ഇന്ത്യയിലെ ജാതിയുടെ പീഡനം അനുഭവിക്കുന്നവർ ഇന്ത്യയെ ഒരുപക്ഷെ നിങ്ങളറിയാം, ഗുജറാത്തിൽ ഉന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ചത് എന്താണ്? ഇവിടുത്തെ ഹൈന്ദവ ശക്തികൾ സാധാരണക്കാരായിട്ടുള്ള ദളിതർ അല്ലെങ്കിൽ പശുവിന്റെ തോലുരിഞ്ഞ് ജീവിക്കുന്ന ദളിതരെ പശുവിന്റെ തോലുരിഞ്ഞു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് ഒരുപക്ഷെ വടിയെടുത്ത് അടിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും പാരമ്യതയിൽ നിൽക്കുന്ന സാഡിസ്റ്റിക് ആയിട്ടുള്ള പ്ലഷർ കൊണ്ട് അത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ വളരെ സാഡിസ്റ്റിക് ആയിട്ട് എൻജോയ് ചെയ്ത് ഏറ്റവും പുതിയ മാധ്യമത്തിൽ ഇട്ടിട്ടുള്ള ആ ഒരു സാധനത്തിനെതിരെ, ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അതിക്രമത്തിനെതിരെ ഇന്ത്യയിലെ സാധാരണക്കാർ, ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടയിലുള്ള ജോലി ചെയ്യുന്ന മനുഷ്യന്മാർ പ്രതികരിക്കല്ല ഒരു എങ്ങനെയും എങ്കിലും ഇതിനോട് പ്രതികരിക്കുക അല്ലെങ്കിൽ ഈ ഒരു അതിക്രമത്തിനെതിരെ സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴേക്കടയിലെ ജനങ്ങൾ ഗുജറാത്ത് എന്ന് പറയുന്ന മറ്റാരോ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സ്വപ്ന ഭൂമികയിൽ ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിച്ചത് ജിഗ്നേഷ് മേവാനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ നിന്ന്. അത് ഇന്ത്യയിലെ മൊത്തം ജാതി വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെ ഏറ്റവും വലിയ ഊർജം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഞാൻ കമൽ സി ചവറയിലേക്ക്, എൻ്റെ സുഹൃത്തിലേക്ക് മടങ്ങി വരാമെന്നുള്ളത്. കമൽ സി ചവറയ്ക്ക് ഒരുപക്ഷെ പുരോഗമന കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ നവോത്ഥാനം ഉഴുതുമറിച്ചിട്ടു എന്ന് അവകാശപ്പെടുന്ന കേരളം മൊത്തമായിട്ട് കമൽ സി ചവറയ്ക്ക് ഒരുപക്ഷെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമായിരുന്നു എന്നുള്ളതാണ്. ആരാണ് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ഇവിടെ കമൽ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം മലയാളത്തിലെ മികച്ച ഒരു സംവിധായകൻ തന്നെയാണ്. MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ. ഇവർക്ക് രണ്ടുപേർക്കും കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിന്റെ പൊതുബോധം അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ സപ്പോർട്ട് കൊടുത്തപ്പോൾ കമൽ സി ചവറ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് എന്തുകൊണ്ട് കേരളത്തിലെ പൊതുബോധം അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾക്ക് കേരളം മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് പുരോഗമന കേരളം അല്ലെങ്കിൽ സെക്യുലർ കേരളം എന്ന് പറയുന്ന ഒരു കേരളത്തിനെ നമ്മൾ സംശയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയും കേരളത്തിൽ ജാതിയില്ല എന്ന്. ഇന്ന് രാവിലെ ഞാനിവിടെ റൂമിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് ക്ഷണിച്ചിട്ട് ഇവിടെ റൂമിൽ വന്നിട്ട് സാധാരണ മാതൃഭൂമി പത്രം നമ്മളങ്ങനെ വായിക്കാറില്ല. അവിടെ റൂമിൽ പത്രമുള്ളപ്പോഴാണ് മാതൃഭൂമി പത്രം വായിക്കുന്നത്. അതിനകത്ത് കലോത്സവത്തിന്റെ വാർത്തയാണ് ആദ്യമായിട്ട് വന്നത്. കലോത്സവത്തിന്റെ നിള എന്ന് പറയുന്ന വേദി, അതോടുകൂടെ ആ പത്രം പൂട്ടിവെച്ചു എന്നുള്ളതാണ്. കേരളത്തില് ഇപ്പൊ കലോത്സവങ്ങൾ നടക്കുന്ന വേദികളുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയോ. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ
ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിന്റെ സെക്യുലർ ആയിട്ടുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ കലോത്സവ വേദിയിൽ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. നമ്മൾ സെക്യുലറാണ്, നമ്മൾ മതേതരമാണ് എന്താണ് പറയുന്നത്. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ പറയുന്നതാ കേരളം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുരോഗമനപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് തിരുവാതിര, അതുപോലെ തന്നെ ഭരതനാട്യം, അതുപോലെ തന്നെ കഥകളി, ഇങ്ങനെയുള്ള പല സവർണമായിട്ടുള്ള കലകളൊക്കെ നമ്മൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ആദിവാസിയുടെ എന്താ പറയാ നാടൻ നാടൻ നൃത്തം, അതിനെന്താ നാടോടി നൃത്തം, അതുപോലെ തന്നെ ഒപ്പന എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിന്റെ ഒരു സിമ്പിളായിട്ട് വരില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ സിമ്പിൾ, അതായത് നവംബർ 1 വരുന്ന സിമ്പിൾ കേരള പിറവി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഒന്നുകിൽ മോഹിനിയാട്ടം, ഒന്നുകിൽ കഥകളി എന്ന് പറയുന്ന ഈ 2 സിമ്പിളുകളാണ്. ഇവിടെ ഒപ്പന. എന്നിട്ട് നമ്മൾ പറയും അതിഭയങ്കരമായിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത്. നമ്മൾ പറയുക കേരളത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അയിത്തം അല്ലെങ്കിൽ ജാതി എന്നൊക്കെ പണ്ടെങ്ങോ എപ്പോഴോ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണെന്നും തൊട്ടുകൂടായ്മ ഇന്ന് ഇല്ല എന്നും എന്നുള്ള തരത്തിൽ ജാതി മുഴുവൻ വളരെ ക്ലീൻ ആയെന്നും നമ്മളെല്ലാവരും ഈക്വൽ ആണെന്നും നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പറയുന്ന ഒരു വീമ്പ് പറച്ചിലാണ് ഒരു പക്ഷെ കേരളം എന്ന് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ അത് കമൽ സി ചവറയുടെ കാര്യത്തിലായാലും കേരളത്തിലെ കലോത്സവങ്ങളുടെ കാര്യത്തിലായാലും കേരളത്തിലെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഇടങ്ങളിലായാലും എന്നുള്ളത്. ഇപ്പൊ നമ്മള് സംസാരിക്കുക രോഹിത് വിമിലക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ സംഘടനകളൊക്കെ ഇപ്പൊ അനുസ്മരണ പരിപാടികളൊക്കെ നടത്തുന്നുണ്ടാവും. MG യൂണിവേഴ്സിറ്റിയിൽ 2 ദിവസം മുന്നേ ഒരു ദളിത് വിദ്യാർത്ഥിയെ അടിച്ച് എന്താ പറയാ ഹോസ്റ്റലിലെ റൂമിൽ കയറി അടിച്ചുകൊണ്ടാണ് ഇവിടെ വിപ്ലവം നടത്തുന്നത്. എന്നിട്ട് പറയും നമുക്ക് ജാതിയില്ല എന്ന്. എന്താണ് ദളിത് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പുതിയ മാധ്യമങ്ങളിലൂടെ, പുതിയ റിസർച്ചിന്റെ പുതിയ തലങ്ങളിലൂടെ രാഷ്ട്രീയപരമായിട്ട് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിനോട് അനുബന്ധിച്ച് നിന്നുകൊണ്ട് അത് മുസ്ലിം സമുദായങ്ങളോട് സാഹോദര്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാക്കുമ്പോൾ ആ ചർച്ചകളോട് വളരെ ഡിബേറ്റ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ആ ചർച്ചകളോട് സംവദിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ആ ചർച്ചകളോട് സംവദിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടും അവരുടെ റൂമിൽ കയറി അടിക്കുക എന്ന് പറയുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിലേക്കാണ് ഇവിടുത്തെ പുരോഗമനപരം എന്ന് പറയുന്ന പല രാഷ്ട്രീയ ശക്തികളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദളിത് വിദ്യാർത്ഥി ഒരുപക്ഷെ MG യൂണിവേഴ്സിറ്റിയിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിലെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നവർ കൃത്യമായി പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അടുത്ത തന്ത്രവുമായിട്ട് അവർ വരുന്നത്. ഇന്ന് പറഞ്ഞെന്താണെന്നറിയോ, ഹർത്താൽ എന്ന് പറയുന്നത്, ഹർത്താൽ നടത്തിയത് രോഗികൾക്ക് വലിയ പ്രശ്നമായി. ഇവിടെ ആദ്യമായിട്ടുള്ള ഒരു ഹർത്താൽ നടക്കുന്ന കേരളത്തിൽ. ഇവരൊക്കെ ഹർത്താൽ നടന്നപ്പോൾ ഇവിടെ വളരെ സമാധാനപരമായിട്ടുള്ള കേരളത്തിലെ ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും ഹർത്താൽ നടത്തിയപ്പോൾ അടിസ്ഥാന രഹിതമായിട്ടുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുക. പിന്നീട് പറയാ അവർ കഞ്ചാവ് മാഫിയയുടെ ആളാണെന്നല്ല. അതിനൊന്നും നമ്മൾ ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അതായത് ഈ അടികൊണ്ട വിദ്യാർത്ഥി, അതുപോലെ തന്നെ ആ അടികൊണ്ട വിദ്യാർത്ഥികളുടെ സ്ത്രീ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന മോശം സ്വഭാവം ഇവരൊക്കെ എന്നാണ് വളരുക എന്നുള്ളതാണ്. 1970 മുതൽ അതിനു മുന്നേ ഉന്നയിക്കുന്ന ആരോപണമാണ് ഒരു കറുത്ത ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് നേരെ കഞ്ചാവുമായിട്ട് കോറിലേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ പ്രതികരിക്കുന്ന പെൺ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ ദൂഷ്യത്തിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നതിലെങ്കിലും പുതിയ കാലത്തിൽ ഒരു വളർച്ച ഉണ്ടാവേണ്ടേ ഇവർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ അധികം ഒന്നും സംസാരിക്കാനില്ല എന്നുള്ള ജാതി എന്ന് പറയുന്ന വളരെ കുടിലമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സൈക്കോളജി ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെയാണ് കമൽ സി ചവറ ഒറ്റപ്പെട്ടു പോയത് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അക്കാദമിക് മേഖലയിൽ, അതുകൊണ്ടാണ് MG യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും പുരോഗമനപരമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന കേരളത്തിലെ MG യൂണിവേഴ്സിറ്റിയിൽ ഒരു ദളിത് വിദ്യാർത്ഥി മരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ രോഹിത് വിമുല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ഗെട്ടോ രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചേരി രൂപീകരിച്ചുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് പുറത്തുപോയി താമസിക്കേണ്ടി വരുന്നത് ഇന്ത്യൻ പൊതുബോധത്തിൽ അടങ്ങിയിരിക്കുന്ന ജാതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് സിനിമയിലുണ്ട്.
അത് എഴുത്തിലുണ്ട്, അത് അക്കാദമിക് മേഖലകളിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഭൂമിശാസ്ത്രത്തിലുണ്ട്. കേരളത്തിൽ 26,000 കോളനികൾ, മൊത്തം ദളിത് കോളനികൾ ഉണ്ട്. ജാതി എന്ന് പറയുന്നത് ഈ 26,000 കോളനികളും കേരളത്തിലെ സമത്വ സുന്ദരമായിട്ടുള്ള ഗ്രാമം എന്ന് അവകാശപ്പെടുന്ന, നിഷ്കളങ്കമായ ഗ്രാമം എന്ന് അവകാശപ്പെടുന്ന ഗ്രാമത്തിലെ മെയിൻ റോഡും തമ്മിലുള്ള ദൂരമാണ് ജാതി എന്ന് കേരളത്തിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലായ്മയാണ് കേരളത്തിനെ പിന്നോട്ട് വലിക്കുന്നത് എന്ന് ഇവിടെ വിനീതമായിട്ട് പറയേണ്ടി വരുമെന്നുള്ളത്. ഇത്തരം ഒരു അവസരത്തിലാണ് വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള ഒരു മുസ്ലിം ദളിത് സൗഹൃദത്തിന്റെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എല്ലാ അപരമായിട്ടുള്ള രാഷ്ട്രീയ ധാരകളുടെയും ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തിയറി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ആൾക്കൂട്ടമല്ല. വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ജാതി വിരുദ്ധമായിട്ടുള്ള അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തലം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതും പ്രതികരിക്കുന്നതും അതുപോലെ തന്നെ ആ തലത്തിൽ ചിന്തിക്കുന്നത് കൂടി ഈ ഒരു സംഗമത്തിന് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ രോഹിത് വിമലയുടെ പേരിൽ ഒരു പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.